സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ മാജിക് എഫ്സിക്ക് ജയം. കാലിക്കറ്റ് എഫ് സി എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. 36-ാം മിനിറ്റിൽ മെയിൽസൺ ആൽവസ് ആണ് തൃശൂരിന്റെ വിജയ ഗോൾ നേടിയത്. ആദ്യമായാണ് ഹോം ഗ്രൗണ്ടിൽ കാലിക്കറ്റ് എഫ് സിക്ക് പരാജയം നേരിടേണ്ടി വന്നത്. ആവേശഭരിതമായ മത്സരത്തിന് ഒടുവിലാണ് തൃശൂർ മാജിക് എഫ് സി എതിരില്ലാത്ത ഒരു ഗോളിന് കാലിക്കറ്റ് എഫ് സിയെ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സൂപ്പർ ലീഗിന്റെ 2 സീസണിലും നോക്കിയാൽ കാലിക്കറ്റിന്റെ ആദ്യ പരാജയമാണ്. കഴിഞ്ഞ സീസണിൽ എവേ മത്സരത്തിൽ കാലിക്കറ്റ് മലപ്പുറത്ത് വെച്ച് തൃശൂരിനോട് പരാജയപ്പെട്ടിരുന്നു. ഈ സീസണിലും വീണ്ടും തൃശൂരിനോട് പരാജയപ്പെടുകയാണ്. 2 ടീമുകളും തുടക്കത്തിൽ തന്നെ ആക്രമിച്ച് കളിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷേ കാലിക്കറ്റിന് എവിടെയോ ഒരു താളം കണ്ടെത്താനായില്ല. തൃശൂരാണെങ്കിൽ കൃത്യമായി അവരുടെ മുന്നേറ്റത്തിലേക്ക് പന്തെത്തിക്കുന്നത് നമ്മൾ കണ്ടു. മാർക്കസ് ജോസഫിനെ മുൻനിർത്തിയുള്ള ഒരു ഗോൾ അടിക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് അവർ നെയ്തത്. ഇടതു വിങ്ങിൽ നവീൻ കൃഷ്ണയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. അണ്ടർ-23 താരം നവീൻ കൃഷ്ണ ഒട്ടേറെ പന്തുകൾ മുന്നോട്ടേക്ക് നൽകുന്നുണ്ടായിരുന്നു. എന്തായാലും തികച്ചും പൂർണ്ണമായും ഒത്തിണക്കമുള്ള ഒരു പ്രകടനം തൃശ്ശൂരിന്റെ ഭാഗത്ത് നിന്ന് വന്നു. അതിനൊടുവിലാണ് 36-ാം മിനിറ്റിൽ ഒരു കോർണർ ലഭിക്കുന്നത്. ആ കോർണർ ഫയാസിന്റെ ഒരു കോർണർ, അത് മെയിൽസൺ ആൽവസ് വളരെ കൃത്യമായി പോസ്റ്റിലേക്ക് ലക്ഷ്യം വെച്ച് ഒരു ഹെഡർ തൊടുത്തു. അത് ഗോളായി മാറുകയും ചെയ്തു. പിന്നീട് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ കാലിക്കറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പക്ഷേ അതൊന്നും ഗോളിലേക്ക് വന്നില്ല. ഒടുവിൽ 90 മിനിറ്റും കഴിഞ്ഞ് 6 മിനിറ്റ് നീണ്ട ഇഞ്ചുറി ടൈമും കഴിഞ്ഞ് ഫൈനൽ വിസിൽ ഊതുമ്പോൾ കാലിക്കറ്റ് ആദ്യമായി കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പരാജയപ്പെട്ടു തൃശൂർ മാജിക് എഫ് സിയോട്. എന്തായാലും ഈ ടൂർണമെന്റിൽ ഞങ്ങൾക്കേറെ മുന്നോട്ട് പോകാനുണ്ട് എന്ന് തൃശൂർ കളിക്കളത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ്. മുഷ്താഖിനൊപ്പം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് മഹേഷ് പോലൂർ, മീഡിയ 1.